നമസ്കാരം. സിദ്ധാർത്ഥൻ്റെ മരണം നൽകിയ വേദന എന്ന് പറയപ്പെടുന്നത് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. കേരളം ഇനി ഓർക്കുമ്പോൾ സിദ്ധാർത്ഥൻ്റെ പേര് കൂടി രക്തസാക്ഷി പട്ടികയിൽ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം. നഷ്ടപ്പെട്ടു പോയത് ആ കുടുംബത്തിന് തന്നെയാണ് എന്നുള്ള കാര്യത്തിലും സംശയമില്ല. പലതരത്തിലുള്ള റിപ്പോർട്ടുകൾ വരുമ്പോഴും ആ റിപ്പോർട്ടുകളിലൊക്കെ പറയുന്ന കാര്യം ഇത്രയും ക്രൂരമായി ഒരു വിദ്യാർത്ഥിയെ ആക്രമിച്ച് കൊല്ലുക എന്ന് പറയപ്പെടുന്ന തരത്തിലേക്ക് എത്തിക്കുവാൻ ഇവർക്ക് എങ്ങനെ കഴിഞ്ഞു എന്നുള്ളതാണ്. ഇത്തരത്തിലൊരു സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്നുള്ളതാണ്. പൂക്കോട് വെറ്ററിനറി കോളേജുമായി ബന്ധപ്പെട്ട് വരുമ്പോൾ ആ വിഷയത്തിൽ അവിടുത്തെ വിദ്യാർത്ഥിയായ സിദ്ധാർത്ഥൻ ക്രൂരമായിട്ടുള്ള ആൾക്കൂട്ട വിചാരണയ്ക്കും ഞെട്ടിക്കുന്ന മർദ്ദനമുറകൾക്കുമാണ് ഇരയായത് എന്നുള്ള കാര്യം കോളേജിലെ തന്നെ റാഗിംഗ് വിരുദ്ധ സ്ക്വാഡിൻ്റെ റിപ്പോർട്ടിലൂടെ നമ്മളെല്ലാം അറിഞ്ഞതാണ്. വിവസ്ത്രനാക്കി ബെൽറ്റ് ഉൾപ്പെടെ ഉപയോഗിച്ച് ഏകദേശം 6 മണിക്കൂറോളം നീണ്ട മർദ്ദനമുറകളാണ് അവർ സ്വീകരിച്ചിരുന്നത് എന്നുള്ളതാണ്. നെഞ്ചിൽ ചവിട്ടിക്കൊണ്ട് പുറകോട്ട് തള്ളിയിടുന്ന ഒരു സമീപനം സ്വീകരിച്ചു. കൈവിരൽ നിലത്ത് വെച്ച് ചെരിപ്പിട്ട കാൽ കൊണ്ട് ചവിട്ടി അരയ്ക്കുന്നു. കഴുത്തിൽ ശക്തിയായി വിരലുകൾ അമർത്തുന്നു. ഏകദേശം ഒന്നിലധികം വിദ്യാർത്ഥികൾ ചേർന്ന് കഴുത്തിൽ അമർത്തുകയാണ്. മുട്ടിൽ നിൽക്കാൻ ആവശ്യപ്പെടുകയാണ്. അവശനായി വീഴുമ്പോൾ വീണ്ടും വീണ്ടും മർദ്ദനമുറകൾ നടത്തുകയാണ്. അവശതക്കിടയിലും മുറിയിലെ വെള്ളം തുടപ്പിക്കുകയാണ്. ഇങ്ങനെയുള്ള ക്രൂരതകൾ ഇതൊക്കെ നടന്നു എന്ന് പറയപ്പെടുന്നത് ആൻറ്റി റാഗിംഗ് റിപ്പോർട്ടിലാണ്. 15-ാം തീയതി വീട്ടിലേക്ക് മടങ്ങിയ സിദ്ധാർത്ഥനെ ഫെബ്രുവരി മാസം 16-ാം തീയതി രാവിലെ ഫോൺ വിളിച്ച് കോളേജിൽ തിരിച്ചെത്തിക്കുന്നു. പകൽ സമയം ഈ ഹോസ്റ്റൽ മുറിയിൽ തടങ്കലിൽ പാർപ്പിക്കുന്നു. രാത്രി 9 മണിക്ക് ക്യാമ്പസിലെ കുന്നിൻ മുകളിലേക്ക് കൊണ്ടുപോയി ഏകദേശം 5 വിദ്യാർത്ഥികൾ. ആ 5 വിദ്യാർത്ഥികൾ ഏകദേശം 1 മണിക്കൂറോളം തുടർച്ചയായി മർദ്ദിക്കുന്നു. തുടർന്ന് ഹോസ്റ്റലിലെ 21-ാം നമ്പർ മുറിയിൽ തിരിച്ചെത്തിക്കുന്നു. അടിവസ്ത്രം മാത്രം ധരിപ്പിച്ച് വീണ്ടും മർദ്ദനമുറ. ഈ സമയം മുറിയിൽ നിന്ന് കരച്ചിലും ബഹളവും ഒക്കെ കേട്ടതായി വിദ്യാർത്ഥികൾ റാഗിംഗ് വിരുദ്ധ സ്ക്വാഡിന് നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. മർദ്ദനശേഷം വലിച്ചിഴച്ച് കോണിപ്പടിയിലൂടെ നടുമുറ്റമായിട്ടുള്ള ഷട്ടിൽ കോർട്ടിൽ കൊണ്ടെത്തിക്കുന്നു. അതിനുശേഷം ആൾക്കൂട്ട വിചാരണ. എല്ലാവരും കാണാനായി ഉറങ്ങിക്കിടന്നവരെയൊക്കെ വിളിച്ചുണർത്തുകയാണ് ഈ കുട്ടി സഖാക്കൾ. സിദ്ധാർത്ഥനോട് പരസ്യമായി മാപ്പ് പറയാൻ ഇവർ ആവശ്യപ്പെടുന്നു. ഇതിനിടയിലാണ് ശ്യാംകൃഷ്ണ എന്ന വിദ്യാർത്ഥി നിങ്ങൾ ഒന്നും കണ്ടിട്ടില്ല, ഒന്നും കേട്ടിട്ടില്ല എന്ന് കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയാണ്. പറഞ്ഞാൽ ഇതെന്തെങ്കിലും പുറത്ത് പറഞ്ഞാൽ തലയുണ്ടാവില്ല എന്ന് സിൻജോയും ഭീഷണിപ്പെടുത്തുന്നു. പറഞ്ഞാൽ തലയുണ്ടാവില്ലെന്ന് സിൻജോയുടെ ഭീഷണിപ്പെടുത്തൽ കേട്ട് വിദ്യാർത്ഥികൾ പകച്ചുപോകുന്നു. പുലർച്ചെ 1:45 വരെ ഈ മർദ്ദനം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് ഡോർമെട്രിയിലേക്ക് കൊണ്ടുവന്ന് വീണ്ടും അവിടെ ഇട്ട് മർദ്ദിക്കുകയാണ്. തുടർന്നാണ് സിദ്ധാർത്ഥനെ കൃഷ്ണലാൽ എന്ന വിദ്യാർത്ഥിയുടെ മുറിയിലേക്ക് കൊണ്ടുപോകുന്നു. ആ മുറിയിൽ കൊണ്ടാക്കുകയാണ് ചെയ്യപ്പെടുന്നത്. മുറിയിൽ കഴുത്തറ്റം പുതപ്പിട്ട് മൂടുകയാണ്. ഭക്ഷണം കൊടുത്തെന്ന് പറയപ്പെടുന്നുണ്ടെങ്കിലും 17-ാം തീയതി രാവിലെ, ഫെബ്രുവരി മാസം 17-ാം തീയതി രാവിലെ സിദ്ധാർത്ഥൻ ഭക്ഷണം കഴിക്കുന്നത് ആരും കണ്ടിട്ടില്ല എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അപ്പോൾ വെള്ളം ചോദിക്കുകയാണ്. വെള്ളം ചോദിച്ചെങ്കിലും വേദനയിൽ തുള്ളി പോലും സിദ്ധാർത്ഥന് ഇറക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ഏകദേശം 130 കുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലിൽ കൃഷ്ണലാൽ എന്ന വിദ്യാർത്ഥി മാത്രമാണ് 18-ാം തീയതി സിദ്ധാർത്ഥൻ കുളിമുറിയിലേക്ക് പോകുന്നത് അവസാനമായി കണ്ടതായിട്ടുള്ളൊരു മൊഴി കൊടുത്തത് എന്ന് ആ റിപ്പോർട്ടിലുണ്ട്. 18-ാം തീയതി ഉച്ചയ്ക്ക് 12:30-നും 1:45-നും ഇടയിലാണ് സിദ്ധാർത്ഥൻ മരിക്കുന്നത്. വാതിൽ മുട്ടി നോക്കിയപ്പോൾ തൂങ്ങിയ നിലയിലാണ് കണ്ടതെന്നാണ് വിദ്യാർത്ഥികളുടെ മൊഴി വരുന്നത്. അതായത് സ്വയം തൂങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിൽ മറ്റാരെങ്കിലും വിവരമറിയിക്കാൻ തയ്യാറാവാത്ത ക്രൂരമായ മൗനമാണ് ആ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുണ്ടായതെന്നാണ് വളരെ കൃത്യമായി ആ റിപ്പോർട്ടിൽ പറയുന്നത്. സ്റ്റുഡൻസ് യൂണിയൻ്റെ പ്രസിഡന്റ്, ഹോസ്റ്റൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഏകദേശം 3 ദിവസം മറ്റുള്ളവരിൽ നിന്ന് വിവരങ്ങൾ മറച്ചു വയ്ക്കുവാൻ ശ്രമിച്ചു. നാഷണൽ ആൻറ്റി റാഗിംഗ് സെല്ലിന് വിദ്യാർത്ഥികൾ പേരില്ലാതെ നൽകിയ പരാതി ഉണ്ടായിരുന്നു. ആ പരാതിയിൽ കോളേജ് ഡീനിനും അസിസ്റ്റൻ്റ് വാർഡനുമെതിരെ വളരെ കൃത്യമായ ആരോപണങ്ങളുണ്ടായിരുന്നു. ഇവർ സംഭവം പുറത്തു പറയരുതെന്ന് പറഞ്ഞതായി ആ പരാതിയിൽ തന്നെ പറയുകയും ചെയ്യുന്നു. പോലീസ് മൊഴിയെടുക്കുമ്പോൾ പോലും കോളേജ് അധികൃതർ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ ശരിയായ രീതിയിലുള്ള മൊഴി നൽകാൻ ഈ വിദ്യാർത്ഥികൾ ഭയപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്.
മൊഴിമാറ്റാൻ പ്രതികൾ ആവശ്യപ്പെട്ടെന്നും പരാതിയിൽ കൃത്യമായി പറയുന്നുണ്ട്. സിദ്ധാർത്ഥനെ ചവിട്ടുകയും തൊഴിക്കുകയും ആയുധം കൊണ്ട് പരിക്കേൽപ്പിക്കുകയൊക്കെ ചെയ്തത് ഷിൻജോ എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥിയാണ്. കഴുത്തിൽ വിരൽ കൊണ്ട് അമർത്തിപ്പിടിക്കുകയാണ്. 21-ാം നമ്പർ മുറിയിൽ നിന്ന് വലിച്ചിഴച്ച് നടുമുറ്റത്തേക്ക് കൊണ്ടുവരുന്നു. രണ്ടാമത് മർദ്ദിച്ചത് RS കാശിനാഥൻ എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥി. ആ ബെൽറ്റ് കൊണ്ട് വളരെ മൃഗീയമായി മർദ്ദിക്കുകയാണ്. ഷിൻജോയ്ക്കും അമൽ ഇഹ്സാനൊപ്പം 1-ാം നിലയിലെ മുറിയിൽ നിന്ന് നടുമുറ്റത്തേക്ക് ഈ വിദ്യാർത്ഥി സിദ്ധാർത്ഥനെ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നു. വീട്ടിൽ പോയ സിദ്ധാർത്ഥനെ തിരിച്ചു വിളിച്ചതും EK സൗദ് റിസാൽ എന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥിയാണ്. ഇങ്ങനെ ഇയാൾ സിദ്ധാർത്ഥനെ ക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ച അവിടുത്തെ വിദ്യാർത്ഥികൾ മുഴുവൻ കാണുകയാണ്. മറ്റുള്ളവരെ മൃഗീയത കാണാൻ നിർബന്ധിക്കുകയാണ് ചെയ്യുന്നത് ഈ കുട്ടി സഖാക്കൾ. S കൃഷ്ണലാൽ, അമൽ ഹിസാൻ എന്നിവർ രണ്ടുപേർ ചേർന്നുകൊണ്ട് ബെൽറ്റ് മുറുകെ പിടിച്ചുകൊണ്ട് ബെൽറ്റ് കൊണ്ട് മർദ്ദിക്കുന്നു. മുഴുവൻ വിദ്യാർത്ഥികളെയും ആൾക്കൂട്ട വിചാരണ നടത്തുന്നതും മർദ്ദിക്കുന്നതും കാണാൻ വേണ്ടിയിട്ട് അവർ നിർബന്ധിക്കുകയാണ് ഹോസ്റ്റലിലേക്ക്. ഈ ദൃശ്യങ്ങളൊക്കെ മൊബൈൽ പകർത്തരുതെന്നുള്ള ഒരു ഭീഷണി സന്ദേശം കൂടി ഈ സഖാക്കൾ അവർക്ക് നൽകുന്നു. അവശതയിലും ഹോസ്റ്റൽ മുറിയിലെ അഴുക്ക് വെള്ളം, അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ, അത് തുടപ്പിച്ച് വൃത്തിയാക്കാനുള്ള ശ്രമം നടത്തുന്നു. ക്രൂരമായ മർദ്ദനമുറകൾ നടക്കുമ്പോൾ തന്നെ K അരുണാണ് വലിയ മർദ്ദനമുറകളൊക്കെ അഴിച്ചുവിട്ടത്. മറ്റൊന്ന് ആസിഫ് ഖാൻ ബെൽറ്റ് കൊണ്ട് മർദ്ദിക്കുന്ന ദിവസം ഇങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യൂ, ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത് എന്ന് നിർബന്ധിച്ചു കൊണ്ടിരിക്കുകയാണ് SFIയുടെ സെക്രട്ടറി ആയിട്ടുള്ള ഈ വിദ്യാർത്ഥികൾ. ഇങ്ങനെ കൊടും ക്രൂരത കൊണ്ട് മാത്രം ഒരു വിദ്യാർത്ഥി മരണത്തിലേക്ക് പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടാക്കുകയായിരുന്നു പൂക്കോട് വെറ്ററിനറി കോളേജിൽ നടന്നത് എന്നുള്ളത്. ഇനിയും കേരളം കാണേണ്ടത് ഇതുപോലുള്ള എത്ര കൊലപാതകങ്ങളായിരിക്കും. അതിന് സാക്ഷ്യം വഹിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടായിരിക്കും? ഓരോ കോളേജ് ക്യാമ്പസുകളിലും ഇങ്ങനത്തെ കൊലപാതകങ്ങൾ, ആത്മഹത്യകളായി മാറുന്ന കാഴ്ചകൾ ലോകമറിയാതെ പോകുന്നുണ്ട്. ഇന്ന് നമുക്കിതറിയാൻ കഴിയുന്നത് ഈ പുതിയ ലോകത്തിൽ, വാർത്തകളുടെ ലോകത്തിൽ എല്ലാം പെട്ടെന്നെത്തുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പക്ഷേ SFI എന്ന് പറയപ്പെടുന്ന പ്രസ്ഥാനവും ആ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുക്കുന്നവരും അതിനകത്ത് അണികളെന്ന് പറയപ്പെടുന്ന വിദ്യാർത്ഥികളും വിദ്യാർത്ഥി സംഘടന നേതാക്കളും അടക്കമുള്ളവർ ബാക്കിയുള്ള വിദ്യാർത്ഥികളോട് തിട്ടൂരം പ്രഖ്യാപിക്കുന്നത് ഒരു വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും മിണ്ടിയാൽ കൊന്നു കെട്ടിത്തൂക്കുമെന്ന് തന്നെയാണ്. അങ്ങനെ പറയാൻ കെൽപ്പുള്ളവർക്ക് സിദ്ധാർത്ഥനെപ്പോലൊരു വിദ്യാർത്ഥിയെ കൊന്നു കെട്ടിത്തൂക്കാൻ കഴിയുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ. വെറുതെ SFI മുന്നോട്ട് വെക്കുന്ന, അല്ലെങ്കിൽ SFIയുടെ നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന, DYFIയുടെ നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന, CPMൻ്റെ നേതാക്കൾ മുന്നോട്ട് വെക്കുന്ന ഒരു വാദഗതിയും കേരളത്തിൽ ചിലവാകില്ല എന്നുള്ള കാര്യം മറന്നു പോകരുത്. പൂക്കോട് വെറ്ററിനറി കോളേജുമായി ബന്ധപ്പെട്ട് വന്ന ഈ വിവാദത്തിൽ ചിലപ്പോൾ ഇനിയും തിരിച്ചറിയാതായി പോയേണ്ടി വന്ന ഒരു വിദ്യാർത്ഥിയുടെ മരണം മാത്രമായി സിദ്ധാർത്ഥൻ്റെ മരണം മാറിയേനെ. പക്ഷേ ആരെങ്കിലുമൊക്കെ എഴുതി വിട്ട ചില കടലാസുകൾ അത് പോലീസ് സ്റ്റേഷൻ പരിധിയിലേക്ക് എത്തിയതുകൊണ്ടും മാധ്യമങ്ങൾ ഉറക്കമിളച്ച് കാത്തിരുന്നതുകൊണ്ടും സിദ്ധാർത്ഥന് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള പോരാട്ടം തുടരുകയെങ്കിലും ചെയ്യാം. ഇല്ലെങ്കിൽ ആ പാവപ്പെട്ട വിദ്യാർത്ഥിയെ ഇത്രയും ക്രൂരമായി മർദ്ദിച്ച് 3 ദിവസം ഭക്ഷണം പോലും നൽകാതെ കൊല വിളിച്ച കാട്ടാളന്മാരായ നരാധമന്മാരായ SFIയുടെ ഈ കുട്ടി സഖാക്കൾക്ക് ഒരിക്കലും നീതി എന്ന് പറയപ്പെടുന്ന സംവിധാനത്തിന് കീഴിൽ വരാൻ തന്നെ കഴിയില്ലായിരുന്നു. നിയമത്തിന് മുന്നിൽ ഇവരെ എത്തിക്കാൻ തന്നെ കഴിയില്ലായിരുന്നു. പക്ഷേ ഉറക്കമുളച്ച് കാത്തിരുന്ന മാധ്യമങ്ങളുടെയും ഒപ്പം തന്നെ പരാതിപ്പെടാൻ തയ്യാറായ ആ മാതാപിതാക്കളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് മാത്രം ആ കേസ് നിയമപരമായ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു. ഇനി ലഭിക്കേണ്ടത് നീതിയാണ്. അത് ലഭിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ഇനിയുള്ള യാത്രയും.